വേദന മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട കടന്നുവാ 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 യേശു നിന്നെ വിളിക്കുന്നു കടന്നുവാ കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരാം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരാം. അവിടുന്ന് വിളിക്കുന്നു, നമ്മെ വിളിക്കുന്നു. മുറിവേറ്റ കരങ്ങൾ നീട്ടി ഈശോ നമ്മെ വിളിക്കുന്നു. നമുക്ക് ഈശോയുടെ അടുത്തേക്ക് കടന്നു വരാം. കടന്നുവാ കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. നമുക്ക് ഈശോയുടെ അടുത്തേക്ക് കടന്നു ചെല്ലാം. കരുണ നിറഞ്ഞ ഹൃദയവുമായിട്ട് അവിടുന്ന് നമ്മുടെ നേരെ കരങ്ങൾ നീട്ടി നിൽക്കുന്നു. അവിടുത്തെ അടുത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവിടുത്തെ കാൽപാദത്തെങ്കിൽ കുമ്പിട്ട് നമുക്ക് ആരാധിക്കാം. നമുക്ക് ആരാധന പാടാം, ഹല്ലേലൂയ പാടാം. നമുക്ക് കൃപയോടെ നമുക്ക് ആരാധിക്കാം. അരൂപിൽ പാടിക്കൊണ്ട് യേശുവേ ഇതാ ഞാൻ കടന്നു വന്നിരിക്കുന്നു എന്ന് പറയാം. ആരാധന കർത്താവേ, ആരാധന ആരാധന ആരാധന. യേശുവിന്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്നും സകല അനീതികളിൽ നിന്നും നമ്മെ രക്ഷിക്കും. യേശുവിന്റെ കുരിശിലെ യാഗം സകല ശാപങ്ങളിൽ നിന്നും സകല രോഗങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകും. നമുക്ക് ഈശോയെ വിളിക്കാം. യേശുവിൻ്റെ വിശുദ്ധ രക്തം പാപം പോക്കും രോഗം നീക്കും. നമുക്ക് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ. ആരാധന 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 ആരാധന. നമുക്ക് ഈശോയുടെ മുറിവുകളിലേക്ക് കടന്നു ചെല്ലാം. നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന പാപവും നമ്മുടെ ഭാരവും എന്തു തന്നെയാകട്ടെ
നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥ എന്ത് തന്നെയാകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥ എന്ത് തന്നെയാകട്ടെ, അവൻ്റെ മുറിവുകളിൽ സൗഖ്യമുണ്ട്. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യമുള്ളവരായി തീർന്നിരിക്കുന്നുവെന്ന് അനേക വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവചിച്ചു. ഒരു നിമിഷം നമുക്ക് ഈശോയുടെ നേരെ നോക്കാം. യേശുവിൻ്റെ മുറിവുകളിൽ സൗഖ്യമുണ്ട്, കടന്നു വാ. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ്റെ നാമത്താലേ വിടുതലുണ്ട്, കടന്നു വാ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വരികൾ നമുക്ക് പാടാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ നാമത്താലെ വിടുതലുണ്ട്. യേശുവിൻ്റെ നാമത്താലേ വിടുതലുണ്ട്, കടന്നു വാ. കരങ്ങൾ ഈശോയുടെ അടുത്തേക്ക് ഉയരട്ടെ. കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. ഈശോയെ ഞാനിതാ വരുന്നു എന്ന് പറയാം. ഈശോയെ ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ കർത്താവേ, എന്നെ സ്വീകരിക്കണമേ കർത്താവേ, എന്നെ ഒന്ന് തൊടണമേ കർത്താവേ, എന്നെ ഒന്ന് സൗഖ്യപ്പെടുത്തണമേ. നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ആരാധന, 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 കരങ്ങൾ വീശി ആരാധന, 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 യേശുവേ, യേശുവേ, ആരാധന. എന്റെ ഈശോയെ, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോ, 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 ഈശോ. കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ കടന്നു വാ. നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഒന്ന് ഉയരട്ടെ. തിരുവോസ്തിയോളം ചെറുതായി അവിടുന്ന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഈശോയെ കടന്നു വരണമേ എന്ന് നമുക്ക് പറയാം. ഈശോയെ എന്നോട് കരുണയായിരിക്കണമേ, എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ, എൻ്റെ ഇടവകയോട് കരുണ കാണിക്കണമേ, എൻ്റെ മക്കളോട് കരുണ കാണിക്കണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ,
കർത്താവേ കനിയണമേ. കരങ്ങൾ ഈശോയുടെ നേരെ നീളട്ടെ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. കരങ്ങൾ ഒരിക്കൽ കൂടി നീട്ടി. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. അവിടുന്ന് പറഞ്ഞല്ലോ കർത്താവേ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാനുമുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്താം. അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗ നിമിത്തം, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗ നിമിത്തം ആവശ്യമില്ലാത്ത രീതിയിൽ കുടുംബത്തിലേക്ക് തിന്മ വലിച്ചു വെച്ച വലിയ പാപത്തെ ഓർത്തുകൊണ്ട് കർത്താവേ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ. യേശുവേ രക്ഷകാ. ഈശോയെ നമ്മുടെ കുടുംബത്തിലേക്ക് വിളിക്കാം. സൗഖ്യദായക ഒരിക്കൽ കൂടി വിളിക്കാം ഈശോയെ. യേശുവേ രക്ഷകാ, സൗഖ്യദായക. യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ പറഞ്ഞു, അനലി സന്തതികളെ, ആസന്നമായ കോപത്തിൽ നിന്ന് ഓടി അകലാൻ ആരാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്? മാനസാന്തരത്തിന് ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. എല്ലാവരും ചോദിച്ചു, കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണം? ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇനിമേൽ 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. ഇതാണ് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം. ഓ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര വട്ടം സംസാരക്കൂട്ടിൽ സംസാരിച്ചു, എന്നാൽ പറമ്പെടുപ്പിക്കുന്നൊരു ജീവിതം നമുക്കുണ്ടായോ? പാവപ്പെട്ടവരെ അവഗണിച്ചുകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക്, സ്വാർത്ഥതയോടുകൂടി ചെയ്ത തെറ്റുകൾക്ക്, എൻ്റെ സ്വന്തമായിട്ടുള്ളതിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോയി ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് തരണേ. കരുണയ്ക്കായി യാചിക്കുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. വീണ്ടും നമുക്ക് നോക്കാം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ നിങ്ങൾ കാമവികാരങ്ങൾക്ക് അധീനരാകരുത്. ഇക്കാര്യത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ ചെയ്യരുത്. എങ്ങനെയായിരുന്നു നമ്മുടെ ലൈംഗിക ജീവിതം? മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ വന്ന തെറ്റുകൾ എത്രയേറെയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ? നമുക്ക് കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. ഒന്ന് ചേർന്ന്. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. സ്വരമുയർത്തി പരിശുദ്ധ കുർബാനയെ അവഗണിച്ചുകൊണ്ട്, ഒരു പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോലും തയ്യാറാകാതെ, ആ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ ചെയ്തു എല്ലാ തെറ്റുകളും ഇനിയിപ്പോൾ കുർബാനയില്ലാതായി തീരുമ്പോഴാണ് നമ്മൾ പലതും തിരിച്ചറിയുന്നത്. നമുക്ക് കരുണയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കാം. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. ദിവ്യകാരുണ്യനാഥൻ നമ്മളെ കുറ്റപ്പെടുത്താനാണോ വന്നത്? അല്ല, നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നമുക്ക് വലിയൊരു സൗഖ്യം തരാനാണ്.
ആ സൗഖ്യത്തെ ലോകം മുഴുവനിലേക്കും കൊടുക്കാനാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെണ്മയാക്കും. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. വരുവിൻ, നിങ്ങൾക്ക് രമ്യതപ്പെടാം. ഞാൻ എൻ്റെ മാംസവും ശരീരവും വീണ്ടും നിങ്ങൾക്ക് തരാം. കടന്നു വരാനായിട്ട് ഈശോ വിളിക്കുന്നു. എത്ര വലിയ പാപമാകട്ടെ, അത് ഏറ്റു പറഞ്ഞാൽ, തെറ്റിപ്പോയി എന്നൊരു വാക്ക് ഈശോയോട് പറഞ്ഞാൽ ഈശോ ക്ഷമിക്കും. വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം തരും. വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം തരിക മാത്രമല്ല, അനേകർക്ക് സൗഖ്യം കൊടുക്കുന്ന വ്യക്തിയാക്കി നമ്മളെ മാറ്റുകയും ചെയ്യും. ഈശോയെ, ആ സമൃദ്ധിയിലേക്ക് ഞങ്ങൾ നയിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പാപങ്ങൾ, സഭയുടെ പാപങ്ങൾ, ഞങ്ങളുടെ ഇടവകയുടെ പാപങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ പാപങ്ങൾ ഈശോയെ ഏറ്റു പറഞ്ഞുകൊണ്ട് നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ കടന്നു വരുന്ന കർത്താവെ, പിടഞ്ഞ് മരിക്കുന്ന നിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ലോകം മുഴുവനെയും കൊറോണ ബാധിതരായ സകലരെയും ലോകത്തിൻ്റെ പാപങ്ങളെയും വെച്ചുകൊണ്ട് കർത്താവെ ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. നിശബ്ദമായി നമുക്ക് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മുടെ കണ്ണുനീരൊഴുക്കാം. ഈശോ അത് സ്വീകരിച്ച് നമ്മെ വിശുദ്ധരാക്കും. നിങ്ങൾ പാപങ്ങളേറ്റു പറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതിയിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് കടന്നു വരാം. കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് കടന്നു വരാം. കുന്തത്താൽ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ മുൻപിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് ഈശോയെ വിളിക്കാം. നാഥ, നാഥ, എൻ്റെ നാഥ, കൃപയേറും രക്ഷക. നാഥ, നാഥ, കൃപയേറും രക്ഷക. കരങ്ങൾ ഈശോയുടെ അടുത്തേക്ക് നീട്ടി. നാഥ, നാഥ, കൃപയേറും രക്ഷക. യേശുവിനെ നമുക്ക് വിളിക്കാം. യേശു, യേശു, കൃപയേറും രക്ഷക. കുന്തത്താൽ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് നമ്മെ വെച്ചുകൊണ്ട് ഈശോയെ, എന്നെ സുഖപ്പെടുത്തണമേ, ലോകത്തെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു, യേശു, കൃപയേറും രക്ഷക. കരുണ നിറഞ്ഞ നിൻ തിരുഹൃദയത്തിലാ ഞങ്ങൾക്ക് ഭയം തരൂ. നിരുപമ സ്നേഹമേ യേശു, യേശു, കൃപയേറും രക്ഷക. കൊറോണ ബാധിതരായ ഓരോ സഹോദരങ്ങളെയും നമുക്ക് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാം. ഒരു തളർവാദ രോഗിയെ 4 പേർ തൂക്കിയെടുത്തു കൊണ്ടുവന്നപ്പോൾ, കട്ടിലിൽ കൊണ്ടുവന്നപ്പോൾ ആ തളർവാദ രോഗിക്ക് വിശ്വാസമില്ലാതിരുന്നിട്ടും ആ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ മാനിച്ച് കർത്താവ് പറയുന്നുണ്ട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്തു പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഏതെല്ലാം കൊറോണ ബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അവരൊരിക്കലും ഒരു പക്ഷേ യേശുവിനെ അറിഞ്ഞിട്ടുള്ളവരോ യേശുവിനെ സ്വീകരിച്ചിട്ടുള്ളവരോ അല്ലായിരിക്കാം. നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം അവരെ സുഖപ്പെടുത്തും. നമുക്ക് വിളിക്കാം. യേശു, കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി. യേശു, കൃപയേറും രക്ഷക. ഒരിക്കൽ കൂടി നമുക്ക് വിളിക്കാം. യേശു, യേശു,
അവൻ്റെ മുറിവുകളാലാണ് നമുക്ക് വിമോചനമുണ്ടായത്. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, രോഗാവസ്ഥമായി നമ്മുടെ മനസ്സിൻ്റെ എല്ലാ തകർച്ചകളിൽ നിന്ന് ഈശോ നമ്മെ സുഖപ്പെടുത്തിയത് അവിടുത്തെ ക്ഷതങ്ങൾ കൊണ്ടാണ്. ആ ക്ഷതങ്ങളിലേക്ക് രോഗബാധിതരായ നമ്മളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ കുടുംബാംഗങ്ങളെയും കൊണ്ടുവന്ന് നമുക്ക് വീണ്ടും വിളിക്കാം, ഈശോ യേശു യേശു കൃപയേറും രക്ഷകാ. ഒരിക്കൽ കൂടി സർവശക്തിയോടുകൂടി യേശു കൃപയേറും രക്ഷകാ. യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് എല്ലാ രോഗബാധിതരെയും രോഗഭീതിയിൽ കഴിയുന്നവരെയും രോഗത്തിനാൽ വലഞ്ഞവരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും എല്ലാം നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ കുരിശിൽ വിമോചനമുണ്ട്. അവിടുത്തെ ചുടുദിനം ചിന്തിയ ആ ചുടുദിനത്തിൽ വിമോചനമുണ്ട്. യേശുവേ, അങ്ങ് കുരിശിൽ ചിന്തിയ ചുടുദിനം ഇപ്പോൾ ലോകമെമ്പാടും തളിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ ഓരോ രോഗബാധിതരുടെ മേലും അതിന് സാധ്യതയുള്ളവരുടെ മേലും യേശുവേ അവിടുത്തെ തിരുനടം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ വിളിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മെ അനുഗ്രഹിക്കുന്ന ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.